ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ടിമ്പർ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് PYQ ആൻഡ് MCQ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പുതിയ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്കതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ കാംബിയം ലെയർ ഈസ് ബിറ്റ്വീൻ സാപ്പ്വുഡ് ആൻഡ് ഹെർട്ട്വുഡ്. ഓക്കെ, കാംബിയം ലെയർ ഈസ് ബിറ്റ്വീൻ സാപ്പ്വുഡ് ആൻഡ് ഹെർട്ട്വുഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഹെർട്ട്വുഡ് ഈസ് അതർവൈസ് ടേംഡ് ആസ് ഡെഡ്വുഡ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടിമ്പർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഹെർട്ട്വുഡ്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ കുറച്ചൊന്നും ചിന്തിക്കാൻ ഉണ്ട്, എന്നാലും തെറ്റാനും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ദെൻ ആൻസർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ വരിക ഏതാണ്? ആൻസർ നമുക്കറിയാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണല്ലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് തെറ്റാണ്. നമ്മുടെ കാംബിയം ലെയർ സാപ്പ്വുഡിനും ഹെർട്ട്വുഡിനും എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ കിടക്കുന്നത്. അത് തെറ്റാണ്. നമ്മുടെ കാംബിയം ലെയർ വരുന്നത് സാപ്പ്വുഡിനും ഇന്നർ ബാർക്കിലും ബിറ്റ്വീൻ ആയിട്ടാണ് കാംബിയം ലെയർ വരുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹെർട്ട്വുഡ് ഈസ് അതർവൈസ് ടേംഡ് ആസ് ഡെഡ്വുഡ്. ഓക്കെ, അത് കറക്റ്റാണ്. ഹെർട്ട്വുഡിനെ നമ്മൾ ഡെഡ്വുഡ് എന്നും പറയാറുണ്ട്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടിമ്പർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഹെർട്ട്വുഡ്. ഹെർട്ട്വുഡാണ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 2, 3 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതും ചെറിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അസേർഷൻ എ പറയുന്നത് ടിമ്പർ യൂസ്ഡ് ഫോർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആർ ഡെറൈവ്ഡ് ഫ്രം ഡെസിഡിയസ് ട്രീസ്. റീസൺ: ഡെസിഡിയസ് ട്രീസ് ഈൽഡ് ഹാർഡ്വുഡ് വൈൽ കോണിഫറസ് ഈൽഡ് സോഫ്റ്റ്വുഡ്. ഓപ്ഷൻസ് പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ ബി ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ സി എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഓപ്ഷൻ ഡി എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ 2 സ്റ്റേറ്റ്മെൻറ്റും വായിച്ചു നോക്കുക. അതുപോലെ തന്നെ 2 സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ പറയുന്നത് അസർഷൻ എ പറയുന്നത് ടിമ്പർ യൂസ്ഡ് ഫോർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആർ ഡെറൈവ്ഡ് ഫ്രം ഡെസിഡിയസ് ട്രീസ്. നമ്മൾ ഡെസിഡിയസ് ട്രീസ് ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ. ഡെസിഡിയസ് ട്രീസ് ഏതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്? നമ്മുടെ ആദ്യം ട്രീസിനെ നമ്മൾ എക്സോജീനിയസ് എന്നും അതുപോലെ തന്നെ എൻഡോജീനിയസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ. അതിൽ എക്സോജീനിയസിനെ നമ്മൾ വീണ്ടും കോണിഫറസ് എന്നും ഡെസിഡിയസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഡെസിഡിയസ് ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് തന്നെയാണ്. അതിൻ്റെ റീസൺ പറയുന്നത് ഡെസിഡിയസ് ട്രീസ് ഈൽഡ് ഹാർഡ്വുഡ് വൈൽ കോണിഫറസ് ഈൽഡ് സോഫ്റ്റ്വുഡ്. അതും ശരിയാണ്. ഡെസിഡിയസ് ട്രീസ് നമുക്ക് ഹാർഡ്വുഡാണ്, കോണിഫറസ് ട്രീസ് സോഫ്റ്റ്വുഡാണ്. സോ റീസൺ എയുടെ കറക്റ്റ്, ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആണ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, അപ്പോൾ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഈ ഒരു രീതിയിലാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ സ്ട്രക്ചറൽ ടിമ്പർ ഈസ് മിനിമം ഇൻ എ ഡയറക്ഷൻ. സ്ട്രക്ചറൽ ടിമ്പറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് മിനിമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ പാരലൽ ടു ദ ഗ്രെയിൻ ഉണ്ട്, പെർപെൻഡിക്കുലർ ടു ദ ഗ്രെയിൻ ഉണ്ട്, എലോങ് ആൻ ആക്സിസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു ദ ഗ്രെയിൻ ഉണ്ട്, എലോങ് ദ ആക്സിസ് 60 ഡിഗ്രി ടു ദ ഗ്രെയിൻ ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസറടാ? ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ആൻസർ ഏതാണ്? ആൻസർ നമുക്ക് നോക്കാം. കംപ്രസീവ് സ്ട്രെങ്ത് മിനിമം എന്ന് പറയുമ്പോൾ നമ്മളത് പഠിച്ചിട്ടുള്ളത് ഏത് ഡിഗ്രി എന്നാണ്? 90 ഡിഗ്രി എന്നാണ് പറയുന്നത് അല്ലേ. 90 ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അക്രോസ് ദി ഗ്രെയിൻസ് എന്ന് പറയാം, പെർപെൻഡിക്കുലർ ദി ഗ്രെയിൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. പെർപെൻഡിക്കുലർ ഓഫ് ദി ഗ്രെയിൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അത് മിനിമം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി മാക്സിമം ആവുന്നത് എപ്പോഴാണ്? കംപ്രസീവ് സ്ട്രെങ്ത് മാക്സിമം ആകുന്നത് നമുക്ക് പറയാം പാരലൽ ടു ദി ഗ്രെയിൻ എന്ന് പറയാം അല്ലേ. പാരലൽ ടു ദി ഗ്രെയിൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ എലോങ് ദി ഗ്രെയിൻ ഡയറക്ഷൻ എന്ന് പറയാം. എലോങ് ദി ഗ്രെയിൻ ഡയറക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം 0 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ,
അല്ലെങ്കിൽ നമുക്ക് 0 ഡിഗ്രി എന്നും പറയാം. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകല്. മാക്സിമം ആകുന്നത് 0 ഡിഗ്രിയാണ്, മിനിമം ആകുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം. ആനുവൽ റിങ്സ് ആർ കോമ്പിനേഷൻ ഓഫ്. ആനുവൽ റിങ്സ് എന്തിൻ്റെ കോമ്പിനേഷൻ എന്നാണ്? ഏതാണ് ആൻസർ വരിക? ഓപ്ഷനിൽ ഹാർട്ട്വുഡ് ആൻഡ് സാപ്വുഡ് ഉണ്ട്, പിത്ത് ആൻഡ് മെഡുലറി റൈസ് ഉണ്ട്, സാപ്വുഡ് ആൻഡ് മെഡുലറി റൈസ് ഉണ്ട്, ഹാർട്ട്വുഡ് ആൻഡ് കാമ്പിയം ലെയർ ഉണ്ട്. ഓക്കെ, ആനുവൽ റിങ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഇന്നർ മോസ്റ്റ് ആനുവൽ റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട്വുഡ് ആണ്. അതുപോലെ തന്നെ ഔട്ടർ ആനുവൽ റിംഗ് എന്ന് പറയുന്നത് സാപ്വുഡ് ആണല്ലേ. സോ ഓപ്ഷൻ എ ആണല്ലേ, ഓപ്ഷൻ എ ആണ്, ഹാർട്ട്വുഡ് ആൻഡ് സാപ്വുഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെസിഡിയസ് ട്രീസ് ഫോൾ അണ്ടർ ദ കാറ്റഗറി. ഡെസിഡിയസ് ട്രീസ് ഏതിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്? നമുക്കറിയാം, നമ്മുടെ ട്രീസിനെ എക്സോജീനിയസ് എന്നും എൻഡോജീനിയസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ എക്സോജീനിയസിനെയാണ് നമ്മൾ കോണിഫറസ് എന്നും ഡെസിഡിയസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ എക്സോജീനിയസ് ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ചിലർക്കിത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നും, പക്ഷേ എക്സാം ടൈമിൽ നമുക്കത് കൺഫ്യൂഷൻ വരാം. സോ അത് മാറിപ്പോകാതെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുക. ഓക്കെ, ദെൻ 6ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ലിവിങ് ട്രീസ് ദ ഗ്രോത്ത് ഈസ് ഡ്യൂ ടു. ഓക്കെ, ലിവിങ് ട്രീസിൽ നമ്മൾ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷനിൽ പിത്തുണ്ട്, ഹാർട്ട്വുഡ് ഉണ്ട്, കാമ്പിയം ഉണ്ട്, സാപ്വുഡ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ലിവിങ് ട്രീസിൽ നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണടാ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, സാപ്വുഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു യങ്ങർ ഏജിൽ തന്നെ നോറിഷ്മെന്റ് കൊടുക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണടാ? പിത്ത് നമുക്ക് അവിടെ പറയാമല്ലേ. പിത്താണ് യങ്ങർ ഏജിൽ നോറിഷ്മെന്റ് കൊടുക്കുന്നത്, പിത്താണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലിവിങ് ട്രീസ് ആണ്. ലിവിങ് ട്രീസിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? സാപ്വുഡ് ആണല്ലേ. അതേപോലെ തന്നെ നമുക്ക് സാപ്വുഡ് എന്താണ്? സാപ്വുഡ് എന്ന് പറയുന്നത് ഏതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടുള്ളതാണ്? നമ്മുടെ ഹാർട്ട്വുഡിനും അതുപോലെ തന്നെ കാമ്പിയം ലെയറിനും ബിറ്റ്വീൻ ആയിട്ടുള്ളതാണ് നമ്മുടെ സാപ്വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രീസിൻ്റെ റീസെൻറ്റ് ഗ്രോത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ ഈ ഒരു സാപ്വുഡ് എന്ന് പറയാം. ഓക്കെ, ദെൻ 7ാമത്തെ ചോദ്യം നോക്കാം. ദ പാർട്ട് ഓഫ് ട്രീ വിച്ച് ഹോൾഡ് ടുഗദർ ദ ആനുവൽ റിങ്സ് ഓഫ് ഹാർട്ട്വുഡ് ആൻഡ് സാപ്വുഡ്. ഈ ഒരു ആനുവൽ റിങ്സിനെ ഹോൾഡ് ചെയ്യുന്ന ട്രീയുടെ പാർട്ട് ഏതാണ്? ഓപ്ഷനിൽ മെഡുലറി റൈസ് ഉണ്ട്, ഇന്നർ ബാർക്ക് ഉണ്ട്, ആനുവൽ റിങ്സ് ഉണ്ട്, കാമ്പിയം ലെയർ ഉണ്ട്. ഓക്കെ, ആനുവൽ റിങ്സിനെ ഹോൾഡ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണല്ലോ. ഓപ്ഷൻ എ ആണ്, മെഡുലറി റൈസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് മെഡുലറി റൈസ്. ഈ മെഡുലറി റൈസ് ഏത് മുതൽ ഏതുവരെയാണ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ളത്? മെഡുലറി റൈസ് നമുക്കറിയാം പിത്ത് മുതൽ കാമ്പിയം ലെയർ വരെയാണല്ലോ. പിത്ത് മുതൽ കാമ്പിയം ലെയർ വരെയാണ് നമ്മുടെ മെഡുലറി റൈസ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർമ്മിക്കുക. പിത്ത് മുതൽ കാമ്പിയം ലെയർ വരെയാണ് നമ്മുടെ മെഡുലറി റൈസ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ മെഡുലറി റൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ടിമ്പർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ് ആർ ക്ലാസിഫൈഡ് ആസ് ഗ്രൂപ്പ് ബി വെൻ. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് ബി ക്ലാസിഫൈ ചെയ്തത് ഏത് കാറ്റഗറിയിലാണ്? നമുക്കറിയാം ഗ്രൂപ്പ് ബി ഇത് ഏത് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഏതിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണടാ? ഏതാണ്? നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണല്ലേ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അവിടെ ഒരു IS കോഡ് പറയുന്നുണ്ടല്ലോ. IS കോഡ് പറയുന്നുണ്ട്. എത്രയാണ്? IS എത്രയാണ് പറയുന്നത്? IS 399 ആണല്ലേ. IS 399 ആണ് അവിടെ പറയുന്ന IS കോഡ് എന്ന് പറയുന്നത്. IS കോഡും നോക്കി വെച്ചിരിക്കുക. ഈ IS കോഡ് പ്രകാരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഗ്രൂപ്പ് എ, ബി, സി എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് ഏതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ്? നമുക്കറിയാം ഗ്രൂപ്പ് ബി വരുന്നത് 9.8 മുതൽ 12.5 kN/mm² വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഏതാണ് വരിക? ഓപ്ഷൻ നമുക്കറിയാം 9.8 മുതൽ 12.5 വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലും തിരിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ഇത് മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിലാണ് നമുക്ക് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി അവൈലബിലിറ്റിയുടെ ബേസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അവൈലബിലിറ്റിയുടെ ബേസിൽ നമുക്ക് XYZ എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഡ്യൂറബിലിറ്റിയിലാണെങ്കിലോ നമുക്ക് എങ്ങനെ പറയാം? ഡ്യൂറബിലിറ്റിയിൽ ഹൈ, മോഡറേറ്റ്, ലോ. എങ്ങനെയാണ്? ഹൈ, മോഡറേറ്റ്, ലോ എന്ന രീതിയിലാണ് നമുക്ക് ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IS
കോഡ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. as per IS 399 ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ടിമ്പർ ആൻഡ് ദിയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ XOECD ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലോ, അവൈലബിലിറ്റി. ഓക്കെ, ഓപ്ഷൻ എ അവൈലബിലിറ്റി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടിമ്പർ ഓഫ് എവർഗ്രീൻ ട്രീസ് ദാറ്റ് ആർ സോഫ്റ്റ് ഇൻ നേച്ചർ. എവർഗ്രീൻ ട്രീസ് എന്ന് പറയുന്നത് ഏതിനെയാണ് നമ്മൾ പറയുന്നത്? ഓപ്ഷനിൽ ഹാർഡ് വുഡ് ഉണ്ട്, മെഡുലറി റൈസ് ഉണ്ട്, ആനുവൽ റിങ്സ് ഉണ്ട്, സോഫ്റ്റ് വുഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു എവർഗ്രീൻ എന്ന വേർഡ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേർഡ് വെച്ച് പിക്ക് ചെയ്യാൻ ആൻസർ. സോഫ്റ്റ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്ടാ? സോഫ്റ്റ് വുഡ് തന്നെയാണല്ലോ, സോഫ്റ്റ് വുഡിനെ തന്നെയാണ് സോഫ്റ്റ് നേച്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസറും ഓപ്ഷൻ ഡി തന്നെയാണ്, സോഫ്റ്റ് വുഡ് തന്നെയാണ്. ഇനി എവർഗ്രീൻ ട്രീസ് എന്ന് പറയും, നമ്മൾ ഈ സോഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? നമ്മുടെ കോണിഫറസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. കോണിഫറസ് ട്രീസിനെയാണ് നമ്മൾ സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോണിഫറസ് ട്രീസിന് നമ്മൾ എവർഗ്രീൻ ട്രീസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കോണിഫറസ് ട്രീസിനെ നമ്മൾ എവർഗ്രീൻ ട്രീസ് എന്നും നമ്മൾ പറയാറുണ്ട്. കോണിഫറസ് തന്നെയാണ് സോഫ്റ്റ് വുഡ് എന്നും പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രീസ് ഗ്രോ ലെങ്ത് വൈസ് ത്രൂ ദെയർ എൻഡ്. ലെങ്ത് വൈസ് ഡയറക്ഷൻ വളരുന്നത് ഏതാണ്? നമുക്കറിയാം, ഏതാണടാ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, എൻഡ് ഓഫ് ജീനസിനെയാണ് നമ്മൾ ലെങ്ത് വൈസിൽ വളരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ്. ടിമ്പറിൽ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനിയും വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഓവർസിയർ എക്സാംസ് ഈ ഒരു ജൂണിലായാലും ജൂലൈയിലായാലും ഓവർസിയർ എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, ബ്രേക്കായി പോകരുത്. ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.